ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദിൽ ബ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ആച്ചുകുട്ടന് സ്കൂൾ തുറക്കാറൊക്കെ ആയിരിക്കുവാണ്. അപ്പോൾ അവന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണം, ബുക്കുകൾ മേടിക്കണം, യൂണിഫോം വേണം, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അങ്ങനെ പോകാനായിട്ടൊക്കെ ഇങ്ങനെ റെഡിയായി വരുവാണ്. അപ്പോഴത്തേക്ക് ഒരുങ്ങി എല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേക്ക് ആച്ചുകുട്ടൻ ഓടി വന്ന് എവിടെയെങ്കിലും പോകുമ്പോഴും ഒക്കെ ആണെങ്കിലും പുതിയ ഡ്രസ്സ് ഇടുമ്പോഴും അവന് ഇഷ്ടപ്പെട്ട കുറേ ഡ്രസ്സുകളുണ്ട്. അതൊക്കെ ഇടുമ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഇട്ടുപിടിച്ച് ഉമ്മരും ഒക്കെ. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴ വരുന്നു. അപ്പോൾ ഫുഡ് വെളിയിൽ നിന്ന് ആക്കാന്നുള്ള രീതിയിലാണ് നമ്മളിന്ന് രാവിലെ ഇറങ്ങിയത്. അപ്പോഴത്തേക്കും മഴയൊക്കെ ഇങ്ങനെ ഇരുണ്ടുകൂടി വന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ പോകുന്ന വഴിക്കാണ്. ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആച്ചുകുട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട്, അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന അവൻ്റെ കൂടെയുള്ള നല്ലൊരു ഫ്രണ്ടാണ് ആദിസൂര്യ. അവനെയും കണ്ട് കുറേ നേരം സംസാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവനെ കണ്ടതിൻ്റെ ആ ഒരു ത്രില്ലിലാണ് ആച്ചുകുട്ടൻ. സ്കൂൾ അടച്ചിട്ട് പിന്നെ അവൻ്റെ കൂട്ടുകാരെ ആരെയും കണ്ടിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ ആലപ്പുഴ വന്നപ്പോൾ എൻ്റെ ചെരുപ്പ് ഒന്ന് തയ്ക്കാൻ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ നമ്മുടെ സിനിമയിലൊക്കെ ചെറിയ ചെറിയ റോളുകളൊക്കെ വേഷങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ മമ്മൂട്ടിയൊക്കെ ആയിട്ടുള്ള അങ്ങനെ നമ്മൾ ചെരുപ്പ് കൊടുത്തു. അപ്പോൾ ഈ പുള്ളിക്കാരൻ മമ്മൂട്ടിയായിട്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള എന്നൊക്കെ ഏട്ടൻ പറഞ്ഞ് ഫോട്ടോയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർ 6 മണിയാണ് നമ്മളിലേക്ക് പറഞ്ഞത്. അങ്ങനെ പിന്നെ നമ്മൾ 6 മണിക്ക് മുമ്പ് വരാൻ പറഞ്ഞ്, അപ്പോൾ ഞാനടുത്ത് പർച്ചേസ് കഴിഞ്ഞിട്ട് വന്ന് മേടിക്കാമെന്ന് വെച്ച് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞു മീനുകളും കുറേ ചെമ്പല്ലിയും വരാലും ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതൊന്നും നോക്കി നിന്നാൽ മതിയെന്ന് ചോദിച്ച് ഏട്ടൻ വഴക്ക് പറഞ്ഞ് അങ്ങനെ പിന്നെ ബാഗ് മേടിക്കാനുള്ള രീതിയിലാണ് കയറിയത്. ബാഗ് വേണം, ചെരുപ്പും ഒക്കെ വേണം. അങ്ങനെ നോക്കി നിന്നിട്ട് എല്ലാം ആച്ചുകുട്ടന് കളറും അതുപോലെ പടം ഉള്ളതൊക്കെ ആയിരുന്നു ഇത്രയും നാൾ നോക്കുന്നത്. പക്ഷെ ഇപ്പം പടം ഉള്ളതൊന്നും വേണ്ട, അല്ലാത്തത് മതി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പുള്ളി വേറെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് കുഞ്ഞ്. അപ്പോൾ അതിങ്ങനെ മേടിക്കുന്ന ആ ഒരു ഇതിൽ ഇങ്ങനെ മൗനമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാഗൊക്കെ നോക്കി. അപ്പോൾ ഞാൻ നോക്കുന്ന മൊത്തം ഈ കുഞ്ഞു പെൺകുഞ്ഞുങ്ങളുടെ ചെരുപ്പുകളൊക്കെയാണ് എനിക്കിഷ്ടം. അതെവിടെ കണ്ടാലും ചെരുപ്പ്, വള, ഉടുപ്പ് ഇതൊക്കെ ഭയങ്കര എനിക്കിഷ്ടം കാണുമ്പോൾ. അപ്പോൾ ആച്ചുകുട്ടനെ നമുക്ക് അങ്ങനെയൊന്നും ഇടാനും ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഇതൊക്കെ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് ഏട്ടൻ ചോദിച്ചാൽ അത് വേണമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പിന്നെ കുറേ ഇങ്ങനെ നോക്കിയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ആച്ചുകുട്ടൻ്റെ ബാഗൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ആച്ചുകുട്ടൻ്റെ കണ്ണിൽ ബോക്സ് കിട്ടി. അപ്പോൾ ബോക്സ് കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ ഉണ്ടെന്നും അതൊന്നും മേടിക്കേണ്ട എന്നും പറഞ്ഞ് ഞാനാണ് ഈ മാറ്റി നിർത്തുന്നത്. അപ്പോൾ ആച്ചുകുട്ടനുമായിട്ട് എവിടെയെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ അവൻ്റെ താളത്തിനങ്ങേട്ട് നിന്നോളും. അങ്ങനെ പിന്നെ അത് ഓരോ ബോക്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബോക്സ് എടുത്ത് പിന്നെ നമ്മളൊരു റെയിൻകോട്ടാണ് നോക്കുന്നത്. അപ്പോൾ കുഞ്ഞിന് റെയിൻകോട്ടില്ല, അപ്പോൾ കുടയുണ്ട്. അപ്പോൾ ഓർത്ത് നടന്നുമാണ് പോകുന്നത്, സ്കൂൾ ബസ്സിലും അല്ല. അപ്പോൾ പിന്നെ ഓർത്ത് നമുക്കൊരു റെയിൻകോട്ട് മേടിക്കാമെന്ന് വെച്ച്, അതാകുമ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലും നമുക്ക് അതൊന്ന് എടുക്കാമല്ലോ എന്നൊക്കെ വെച്ച്. അങ്ങനെ ബോക്സ് സെലക്ട് ചെയ്തത് ആള് മാറ്റി വെച്ചിട്ട് പിന്നെയും അവിടെ നിന്ന് തന്നെ കറങ്ങുന്നുണ്ട്, വേറെ എന്തൊക്കെയോ നോക്കി നിൽക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞ് നമുക്കിവിടെ തന്നെ അല്ല പോകേണ്ടത്, വേറെയും കുറേ കാര്യങ്ങളൊക്കെ മേടിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഈ ബോക്സാണ് പുള്ളിയുടെ കണ്ണിപ്പെട്ടത്. അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചെരുപ്പ് എടുക്കണം. ഞാൻ പറഞ്ഞ് ചെരുപ്പൊക്കെ എടുക്കണ്ടേ ബാ എന്ന് പറഞ്ഞിട്ട് പപ്പായും മോനും അവിടെ തന്നെ ഇങ്ങനെ താളം തല്ലി നിൽക്കുവാണ്. അങ്ങനെ പിന്നെ ഞാൻ അടുത്ത സെഷനിലേക്ക് പോയി കുഞ്ഞിന് ചെരുപ്പ് എടുക്കണം. ചെരുപ്പൊക്കെ എടുത്ത് അപ്പം റേറ്റും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് എല്ലാം വലിയ റേറ്റാണ്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇപ്പോൾ എടുക്കുന്നത്. അങ്ങനെ എടുത്ത് അതൊക്കെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുവാണ് ആള്. എല്ലാം എടുത്ത് നമ്മൾ ബില്ലടിക്കാനായിട്ട് വന്നപ്പോഴാണ് പേഴ്സ് ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് നിനക്കൊരു പേഴ്സും കൂടെ എടുത്തോന്നും പറഞ്ഞെടുത്ത്. അപ്പോൾ നോക്കുമ്പോഴൊക്കെ എല്ലാത്തിനും നല്ല റേറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഈ നോക്കുമ്പോൾ ഏട്ടൻ നോക്കുന്ന എല്ലാം ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഞാൻ റേറ്റിൻ്റെ ഇതും കൂടെ ഞാൻ നോക്കും. പിന്നെ നമ്മുടെ ഒരു പേഴ്സും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് പിന്നെയും മാറ്റി വെക്കും ഞാൻ. ഇപ്പോൾ ഏട്ടൻ പിന്നെ എടുത്ത് ബില്ലടിക്കുന്നതിലോട്ട് മാറ്റി വെക്കും. അങ്ങനെ പിന്നെ നമ്മൾ ബില്ലൊക്കെ അടിച്ച് അതെടുത്ത് ഏതായാലും അത് കഴിഞ്ഞപ്പോഴാണ് ആച്ചുകുട്ടന് ഹെൽമെറ്റ് ഇങ്ങനെ
ഹെൽമെറ്റിൻ്റെ കാര്യം ഓർത്തത്. അങ്ങനെ പിന്നെ അന്നേരം അവനത് ഹെൽമെറ്റ് വേണമെന്നും പറഞ്ഞൊക്കെ എടുത്ത്, അങ്ങനെ അവന് ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഇത് തന്നെ. അങ്ങനെ അതുമൊക്കെ എടുത്ത് ബില്ല് സെറ്റിൽ ചെയ്ത് നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ശ്രീകുമാറിലേക്കാണ് പോയത്. അപ്പോൾ കുഞ്ഞിന് യൂണിഫോം മേടിക്കണം. അപ്പോൾ യൂണിഫോം നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് താമസിച്ചാണ് കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഉണ്ട്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അഥവാ ഉണങ്ങാനൊക്കെ താമസം വന്നാലോ എന്ന് വെച്ച് ഒരു സെറ്റ് മേടിക്കാമെന്ന് വെച്ച് അവിടെ വന്ന് ഇട്ടൊക്കെ നോക്കി. യൂണിഫോം പാൻറ്റും ഷർട്ടും കൂടെ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ കുഞ്ഞിന് വേണ്ട അത്യാവശ്യം ബനിയനും കാര്യങ്ങളും ഒക്കെയാണ് എടുത്തത്. ടവൽ വേണം, അതുമൊക്കെ എടുത്ത് ഇതൊക്കെ എടുത്ത് നമ്മൾ ബില്ല് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് പപ്പായും മോനും കൂടെ വെളിയിലോട്ട് അങ്ങ് ഇറങ്ങി. അങ്ങനെ പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ ഈ ഇരിപ്പ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ പിടിക്കണമെന്നൊക്കെ തോന്നി. ആച്ചുകൂട്ടൻ പറയുന്നത് എന്താകുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ നല്ല ഭംഗിയുണ്ടെന്നും പറഞ്ഞ് ആച്ചുകൂട്ടൻ ഓടി വന്ന് ഇങ്ങനെ തൊട്ടൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ബില്ലൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സ്റ്റിക്കറൊക്കെ ബുക്കിലൊട്ടിക്കാനുള്ള സ്റ്റിക്കറും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ ബില്ല് സെറ്റ് ചെയ്ത് നമ്മൾ നേരെ തിരിച്ച് പോവാണ്. ഇനിയും 1-2 കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കിനി ബുക്ക് മേടിക്കാനായിട്ടൊക്കെ കയറണം. അങ്ങനെ നമ്മൾ ശ്രീകുമാറിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളിപ്പോൾ വിദ്യാരംഭത്തിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ബുക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ പെൻസിലൊക്കെ നമ്മളത് ഒരു ബോക്സ് കണക്കൊക്കെ എടുക്കുവാണെങ്കിൽ ആച്ചുകൂടാൻ അത് പെട്ടെന്ന് തീർക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇപ്പോൾ എടുത്തുള്ളൂ. അപ്പോൾ അതിവിടെ നിന്നും അത് മേടിച്ച് നമ്മൾ ഇറങ്ങി. പെട്ടെന്ന് തന്നെ ഇറങ്ങുവാണ്. അപ്പോൾ മഴ വരുന്ന മുമ്പ് നമുക്ക് വീട്ടിലെത്തണം എന്നുള്ള രീതിയിലാണ്. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി മസാലക്കൂട്ടുകളൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ അവിടെ നിന്നും കുറച്ച് മസാലകളൊക്കെ നല്ല രസമുണ്ട്. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നിറച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് മേടിച്ച് ആദ്യമൊക്കെ നമുക്കൊരു പൊതി 50 രൂപക്കാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ എല്ലാ സാധനത്തിനും വില കൂടിയത് കൊണ്ടായിരിക്കും ഇപ്പോൾ അത് 100 രൂപ പാക്കിങ്ങാണ് ഇപ്പോൾ കുറഞ്ഞത് തന്നെ കൊടുക്കുന്നത്. അങ്ങനെ അതും ഒരു പാക്കറ്റ് പൊതി മേടിച്ചിട്ട് അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോഴേക്കും അപ്പോൾ ആച്ചുകൂട്ടൻ പറഞ്ഞ് അമ്മയ്ക്കൊന്ന് വേറെ എന്തോ മേടിക്കണ്ടായിരുന്നു നമുക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അയ്യോ നേരായിരുന്നല്ലോ പറഞ്ഞ് നമുക്കൊരു നെറ്റ് മേടിക്കണമായിരുന്നു. ഫുഡൊക്കെ മൂടി വെക്കാനും ഒക്കെ ഒരു നെറ്റ് വേണം. അങ്ങനെ പിന്നെ അത് ഒരെണ്ണം മേടിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആച്ചുകൂട്ടൻ്റെ മുഖമൊക്കെ വാടി വന്നപ്പോഴേ ഏട്ടൻ പറഞ്ഞ് ആൾ വിശന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുഞ്ഞിനെ സ്നാക്സ് എന്തെങ്കിലും കയറി മേടിച്ചോന്നും പറഞ്ഞു. അങ്ങനെ കയറി അവന് ഇഷ്ടമുള്ള 1-2 കാര്യങ്ങളൊക്കെ 2-3 കാര്യങ്ങളൊക്കെ മേടിച്ച് അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോകാം. അല്ലാതെ ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിവത് ഇപ്പോൾ കടയിൽ നിന്നൊക്കെ ഇരുന്നുള്ള കഴിപ്പും ഒക്കെ കണക്കാണ്. അങ്ങനെ കഴിക്കത്തില്ല. അപ്പം വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കളത്തെത്തി പുന്നപ്ര കളത്തെത്തി. അപ്പോൾ നമ്മുടെ വഴിയിലേക്ക് പോകുന്നത്. അപ്പോഴത്തേക്ക് ആച്ചുകൂട്ടം വാങ്ങിച്ച സാധനവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചു വരും. പണ്ട് ആച്ചുകൂട്ടം സംസാരിക്കാത്തതിനും ഞങ്ങൾ രണ്ടുപേരും ശരിക്കും വീട്ടിൽ കഴിച്ചാണ്. പക്ഷെ ഇപ്പം കുഞ്ഞ് സംസാരം നിർത്താത്ത അതുപോലെ അത്രയ്ക്ക് സംസാരവും കാര്യങ്ങളുമാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ചായയൊക്കെ ഇട്ട് അപ്പോഴത്തേക്ക് എല്ലാ ആച്ചുകൂട്ടം പറഞ്ഞ് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഇപ്പം തരാവേ എന്ന് ചോദിച്ച് അങ്ങനെ ചായയൊക്കെ എടുത്ത് സ്നാക്സൊക്കെ മേടിച്ചതൊക്കെ എടുത്ത് വെച്ച് പിന്നെ അപ്പോഴത്തേക്ക് ആച്ചുകൂട്ടൻ ഓടി വന്ന് അപ്പോൾ ആൾക്ക് ആദ്യമൊക്കെ ചൂട് കുടിക്കും. ഇപ്പം ചൂടിനോട് ഭയങ്കര ഒരു പേടി പോലെയാണ്. അങ്ങനെ കുഞ്ഞിനും ഇവർക്ക് 2 പേർക്കും എല്ലാം നമ്മൾ റെഡിയാക്കി നമ്മളപ്പോൾ കഴിക്കാനൊക്കെ ഇരുന്ന് അങ്ങനെ നമ്മുടെ ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്ത് നോക്കുവാണ്. അങ്ങനെ ബാഗും കാര്യങ്ങളും എല്ലാം എടുത്ത് നോക്കി. എല്ലാം കുഞ്ഞ് യൂണിഫോമൊക്കെ നന്നായിട്ട് ഇട്ട് നോക്കി.
മഴക്കോട്ടും ഒക്കെ ഇട്ട് നോക്കി, വാട്ടർ ബോട്ടിലും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് നോക്കി കുറേ നേരം ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളും പോയ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും നമ്മൾ എന്ത് സാധനം മേടിച്ചുകൊണ്ട് വന്നാലും ഒക്കെ നമ്മളിങ്ങനെ നോക്കുകയും പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ പിന്നെ ആച്ചക്കുട്ടിന് മേടിച്ച ചെരുപ്പും ഇതും എല്ലാം എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി 2-3 ദിവസത്തേക്ക് ഇത് പിടിച്ചുകൊണ്ടാണ് ആൾ നടക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. പതുക്കെ കൊണ്ട് അലമാരി കൊണ്ട് മാറ്റി വെച്ചാലും ഓരോന്നും എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇതാണ് എനിക്ക് മേടിച്ച പേഴ്സ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.